തന്നെ ഞങ്ങൾക്ക് ഭീഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാനെതിരായ യുദ്ധം ഇസ്രയേലും US-ഉം ആരംഭിക്കുന്നത്. പക്ഷേ യുദ്ധം ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ചെന്നുപെട്ടിരിക്കുന്ന അബദ്ധം ഇരു കൂട്ടർക്കും മനസ്സിലാകുന്നത്. അതിന് പിന്നാലെ ആ രാജ്യത്തിനെതിരായ ഉപരോധം അവസാനിപ്പിക്കാൻ താൽക്കാലികമായെങ്കിലും US അനുമതി നൽകുന്നു. ഒപ്പം മറ്റൊരു ശത്രുപക്ഷത്തുണ്ടായിരുന്ന റഷ്യക്കും സമാനമായ രീതിയിൽ തന്നെ ഉപരോധം നീക്കിക്കൊടുക്കുന്നു. ഒടുവിൽ ഈ യുദ്ധത്തിനിടയിൽ ഇറാനും റഷ്യയും പണം വാരുകയും ചെയ്യുന്നു. എന്താണ് ഹോർമൂസിൽ ട്രംപിൻ്റെ അടവിലൂടെ സംഭവിച്ചത്? ട്രംപിനെ പോലെ ഗതികെട്ടൊരു പ്രസിഡന്റ് US-ന്റെ ചരിത്രത്തിലുണ്ടാകില്ല. US പ്രസിഡന്റ് ഒബാമ ഇറാനുമായി ഒപ്പുവെച്ച സഹകരണ കരാർ റദ്ദാക്കുക, പിന്നാലെ ഇറാന് വർഷങ്ങളായി ഉപരോധത്തിലൂടെ ശ്വാസം മുട്ടിക്കുക, അവരുടെ ക്രൂഡ് ഓയിൽ മാർക്കറ്റിൽ വാങ്ങുന്നവരെയെല്ലാം പേടിപ്പിച്ച് പിന്തിരിപ്പിക്കുക, അവരുടെ കപ്പലുകൾക്കും വെസലുകൾക്കും ഉപരോധം ഏർപ്പെടുത്തുക, പിന്നെ സാധ്യമാകുന്ന മറ്റു രാജ്യങ്ങളെ കൊണ്ട് ബലം പ്രയോഗിച്ചും പേടിപ്പിച്ചും അവരിൽ നിന്നും അകറ്റുക, എന്നിട്ട് ഒടുവിൽ യുദ്ധം പ്രഖ്യാപിക്കുക. രണ്ടാഴ്ചയോളം യുദ്ധം പിന്നിടുമ്പോൾ ഇറാൻ പിടിച്ചത് ആഗോള വിപണിയുടെ കഴുത്തിനാണെന്ന് പിന്നാലെ തിരിച്ചറിയുക. വെപ്രാളപ്പെട്ട് എല്ലാവരോടും ഹോർമൂസിലേക്ക് ഓടിവന്ന് രക്ഷക്കായി സഹായിച്ചോളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ പെടും കേട്ടോ എന്ന് ഭീഷണിപ്പെടുത്തുക. വഴങ്ങുന്നില്ലെന്ന് കാണുമ്പോൾ ഗതികെട്ട് 140 ബില്യൺ ബാരൽ വരുന്ന ഇറാന്റെ ക്രൂഡ് ഓയിൽ ആഗോള വിപണിയിൽ വിൽക്കാൻ അവർക്ക് സമ്മതം നൽകുക. യുദ്ധത്തിനിടെ ഒരു രാജ്യത്തിനു മേലുള്ള ഉപരോധം താൽക്കാലികമായെങ്കിലും നീക്കുന്ന ആദ്യ US പ്രസിഡന്റായിരിക്കും ഡൊണാൾഡ് ട്രംപ്. ഒറ്റനോട്ടത്തിൽ ഇത് തിരിച്ചടിയെന്ന് തോന്നാമെങ്കിലും ഇത് സ്മാർട്ട് മൂവ് ആണെന്ന് പറഞ്ഞ് പ്രതിരോധിക്കുകയാണ് ട്രംപിന്റെ പടയിലുള്ള US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. റഷ്യക്ക് മേലുള്ള ഉപരോധവും സമാനമായ രീതിയിൽ തന്നെ താൽക്കാലികമായി ട്രംപ് നീക്കിയിട്ടുണ്ട്. ഇതോടെ യുദ്ധകാലത്ത് പണം വാരുകയാണ് റഷ്യയും, നാശനഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ഇറാനും. യുദ്ധം തുടങ്ങിയത് മുതൽ ഇറാൻ ഓയിൽ ടാങ്കറുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെ അനുവദിച്ച് ചൈനയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് മാത്രമില്ല, എണ്ണവില ഇപ്പോൾ $110 പിന്നിട്ട് നിൽക്കുന്നതാണ് സാഹചര്യം. ഇത് ഇറാനും വലിയ തോതിൽ ഗുണമാവുകയാണ്. അമേരിക്കൻ ഉപരോധം ഇറാനുമേൽ ഉണ്ടായിരുന്നിട്ടും ചൈനയായിരുന്നു ഏറ്റവും വലിയ വാങ്ങുന്നവൻ. ഇപ്പോൾ ട്രംപ് ഭരണകൂടം 30 ദിവസത്തേക്ക്, അതായത് ഏപ്രിൽ 19 വരെ 140 മില്യൺ ബാരൽ ഓയിൽ വിറ്റഴിക്കാൻ താൽക്കാലിക ലൈസൻസ് ഇറാന് നൽകിയിരിക്കുന്നു. ഇത് യുദ്ധത്തിന്റെ ധനസഹായത്തിന് ഇറാനെ സഹായിക്കും. പക്ഷേ ഇറാൻ പറയുന്നത് അങ്ങനെ കൊടുക്കാൻ ശേഖരിച്ചു വെച്ച എണ്ണയില്ലെന്നാണ്. ഇത് ഇറാന്റെ തന്ത്രമാണോ എന്നതും വ്യക്തമല്ല. ഒറ്റനോട്ടത്തിൽ യുദ്ധത്തിനിടെ ശത്രുവിന് ഓയിൽ വിൽക്കാൻ അനുവാദം നൽകുന്നത് ട്രംപിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ്. യുദ്ധം ജയിച്ചെന്ന് പ്രഖ്യാപിച്ച ശേഷമാണ് ട്രംപ് ഈ പ്രഖ്യാപനം നടത്തേണ്ടി വന്നത്. ഓയിൽ വില $110 എത്തിയതോടെ അമേരിക്കൻ ഉപഭോക്താക്കളുടെ പെട്രോൾ വില കുതിക്കുന്നത് തടയാൻ ഇത് ആവശ്യമായിരുന്നു. റഷ്യൻ ഓയിലിന് കഴിഞ്ഞ ആഴ്ച നൽകിയ വെയ്വർ പോലെ ഇവിടെയും ഇറാനിയൻ ബാരലുകൾ ഇറാനെതിരെ തന്നെ ഉപയോഗിക്കുക എന്നൊക്കെയാണ് US-ന്റെ ഇതിനുള്ള ന്യായീകരണ ക്യാപ്സൂൾ. മുൻ വേൾഡ് ബാങ്ക് പ്രസിഡന്റ് ഡേവിഡ് മാൽപാസ് ട്രംപിന്റെ നീക്കത്തെ ശക്തമായ സാമ്പത്തിക നീക്കം എന്നെല്ലാം പ്രശംസിച്ചു. അതിനാൽ US-ൽ തിരിച്ചടിയല്ല എന്നും അദ്ദേഹം സമാധാനിപ്പിച്ചു. പക്ഷേ യുദ്ധത്തിൽ തന്ത്രമാണല്ലോ പ്രധാനം. അതിൽ ആര് ജയിച്ചു എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് നിലവിൽ US ഭരണകൂടം.
140 മില്യൺ ബാരൽ ഓയിൽ. ഇപ്പോഴത്തെ വില ബാരലിന് $110 അതായത് ഏകദേശം $15.4 ബില്യൺ. എന്ന് വെച്ചാൽ ഏകദേശം 1,30,000 കോടി രൂപയാകും ഇതിലൂടെ ഇറാന്റെ ഗ്രോസ് വരുമാനം. പക്ഷേ യഥാർത്ഥത്തിൽ ഇറാൻ ഗവൺമെന്റിന് ഇതിൽ നിന്ന് വലിയ തുക ലഭിക്കില്ല എന്നാണ് യുഎസിന്റെ എല്ലാം കണക്കുകൂട്ടൽ. കാരണം ഇറാന് മേൽ ഉപരോധമുള്ളതിനാൽ പണം നേരിട്ട് ഇറാനിലേക്ക് എത്തിക്കുവാൻ നിലവിലെ സാഹചര്യത്തിൽ സാധിക്കില്ല. അത് ചൈനീസ് ബാങ്കുകളിലോ ഫ്രീസ് ചെയ്ത അക്കൗണ്ടുകളിലോ കുടുങ്ങും. അതായത് യുദ്ധസമയത്ത് നേരിട്ട് ധനസഹായം ഇറാന് ലഭ്യമാകില്ല. പക്ഷെ ചൈനയുമായുള്ള ബന്ധം ശക്തമാക്കി ഇറാൻ ഈ പണം വേഗത്തിൽ വാങ്ങിയെടുക്കാം. ഇത് മാത്രമല്ല, യുദ്ധം തുടങ്ങിയ ശേഷം ഇറാനുമായി ബന്ധമുള്ളവരും ഇറാനോട് മോശമായി പെരുമാറിയവരും എണ്ണക്കായി കെഞ്ചുന്ന സ്ഥിതിവിശേഷമാണ് നിലവിൽ. ഫെബ്രുവരി അവസാനം മുതൽ ഇറാൻ ഹോർമൂസ് ബ്ലോക്ക് ചെയ്തെങ്കിലും ചില രാജ്യങ്ങൾക്ക് പ്രത്യേക അനുമതി നൽകിയിട്ടുണ്ട്. പ്രധാനമായും ചൈനയും പാകിസ്ഥാനും തുർക്കിയും ഈ അനുമതി നേടി. ഓരോ തവണയും പ്രത്യേകം അനുമതി തേടി ഇന്ത്യയും കപ്പലുകൾ ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ട്. ചൈനയുമായി സംസാരം നടത്തി ക്രൂഡ് ഓയിലും ഖത്തരി LNG ടാങ്കറുകളും ഇറാൻ പുറത്തുപോകാൻ അനുവദിച്ചു. പാകിസ്ഥാനിലേക്കുള്ള ആദ്യ നോൺ ഇറാനിയൻ ടാങ്കർ യുവാൻ പേയ്മെന്റോടെയാണ് കടന്നുപോയത്. അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് പൊതുവെ അനുവാദമില്ലാത്തതിനാൽ ഓയിൽ വില കുതിച്ചു. യൂറോപ്പിലാണ് ഏറ്റവും മോശമായ സ്ഥിതി. റഷ്യൻ ഓയിൽ ഉപരോധത്തിന് ശേഷം യൂറോപ്പ് മിഡിൽ ഈസ്റ്റിൽ നിന്നും ഓയിലിനു വേണ്ടി ആശ്രയിച്ചിരുന്നു. വില 110 എത്തിയത് യൂറോപ്പിൽ പണപ്പെരുപ്പം, വ്യാവസായിക മാന്ദ്യം, ഊർജ്ജക്ഷമം എന്നിവക്ക് കാരണമാവുകയാണ്. ഇനി എല്ലാവരും എത്തി ഹോർമൂസിലെ 30 കിലോമീറ്റർ കടലിടുക്കിലെ 3 കിലോമീറ്റർ മാത്രം വരുന്ന കപ്പൽ ചാലിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാലും ഓയിൽ വില എവിടെ എത്തുമെന്ന് എല്ലാവർക്കും അറിയാം. ഇതറിഞ്ഞാണ് നാറ്റോ വരാതെ മടിച്ചത്. ഇപ്പോൾ ബ്രിട്ടൻ മുങ്ങിക്കപ്പൽ ഇവിടേക്ക് വരുന്നുണ്ടെങ്കിലും അതുപോലും ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്താൽ സ്ഥിതി മാറും. ഇറാൻ നേതാക്കൾ പറയുന്നത് യുദ്ധം അവസാനിച്ചാലും ഹോർമൂസ് പഴയപടി ആകില്ല എന്നാണ്. എന്നുവെച്ചാൽ സൂയസ് കനാലിലൊക്കെ ചെയ്യുന്ന പോലെ യൂറോപ്പും പാശ്ചാത്യ കക്ഷികളും ഇറാന് ലെവി നൽകേണ്ടി വരും. ഇതിനകം ചില റിപ്പോർട്ടുകൾ $2 മില്യൺ വരെ യൂസർ ഫീ ആയി പറയുന്നുണ്ട്. ഇത് ഇറാന് പുതിയ വരുമാന മാർഗം മാത്രമല്ല, ലോക ഊർജ്ജ വ്യാപാരത്തിന്റെ നിയന്ത്രണം കൂടിയാണ് ലഭ്യമാക്കുക. ഇത് യുദ്ധാവസാനത്തിന്റെ സ്വഭാവമനുസരിച്ചാകും ഇറാൻ നടപ്പാക്കുകയെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം US ഇപ്പോൾ ഇറാന്റെ പ്രധാന ഓയിൽ ടെർമിനലായ കാർഗ് ദ്വീപ് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഏറെ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ട്രംപിന് ഒന്നും ചെയ്യാൻ സാധിക്കാത്തതും. ഇറാന്റെ 90% ക്രൂഡ് പോകുന്നത് ഇവിടെ നിന്നാണ്. ഇത് US പിടിച്ചെടുത്താൽ ചുറ്റും ഇറാൻ തീയിടുമോ എന്ന ഭീതിയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഗൾഫിൽ നിന്നും ഇറാനിൽ നിന്നും എണ്ണവരവ് നിന്നാൽ വില $200 പിന്നിടും.
സമീപ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് US ബേസുകൾ കേന്ദ്രീകരിച്ച് സഖ്യകക്ഷികളുടെ മണ്ണിൽ ഇറാൻ തീയിടുമെന്ന് ട്രംപ് കരുതിയതല്ല. താൻ അമ്പരന്ന് പോയി എന്നാണ് ട്രംപ് ഇതേക്കുറിച്ച് പറഞ്ഞത്. ഇതുതന്നെയാണ് ഈ യുദ്ധത്തിലെ പ്രശ്നവും. ഒരുങ്ങിയോ, പ്രത്യാഘാതം മുൻകൂട്ടി കണ്ടോ അല്ല ട്രംപ് വന്നത്. ഇസ്രായേലിന്റെ കെണിയിൽ വീണ ട്രംപിന് മുന്നിൽ സഖ്യകക്ഷികളും കലിപ്പിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്.